ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോ ഞാൻ റുബാസ്ഖാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ രാവിലത്തെ ഒരു കാഴ്ചയാട്ടോ നിങ്ങൾ കാണുന്നത്. രാവിലെ മുകളിൽ നിന്ന് ഞാൻ ജനവാതിൽ തുറന്നപ്പോൾ ഉള്ള കാഴ്ചയാണ്. അവരുടെ ബാക്ക് സൈഡിലുള്ള ഒരു കാഴ്ചയാട്ടോ. അത് അടിപൊളി വ്യൂ ആണ്, നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട്. എന്താ പറയുക, ഈ രാവിലത്തെ ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, അത് നല്ല രസമുണ്ട് കേട്ടോ. കുറേ കിളികളും പിന്നെ അതുപോലെ തന്നെ കൊക്കുകളും ഒക്കെ ആയിട്ട് നല്ലൊരു ഒരു ഗുഡ് ഫീലിംഗ് നമുക്ക് കിട്ടും, ഒരു എനർജി നമുക്ക് കിട്ടും. അതുപോലത്തെ ഒരു സ്ഥലമാണ് എനിക്കും റുബാസ്ഖാക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാട്ടോ. അങ്ങനത്തെ ഒരു സെറ്റപ്പുള്ളൊരു സ്ഥലം, ഒരു ഗ്രാമമാണ് റുബാസ്ഖാക്ക് ഇഷ്ടം. ടൗണിൽ നിന്ന് വിട്ടിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു സ്ഥലമൊക്കെയാണ് റുബാസ്ഖാക്ക് ഇഷ്ടം. അതുപോലെ തന്നെയാണ് എൻ്റെ ചോയ്സും. അപ്പോൾ ഇതാ നമ്മൾ ആയിഷക്കുട്ടി രാവിലെ എഴുന്നേറ്റ് മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കാട്ടോ ആ ഒരു കാഴ്ച. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ്, രാവിലത്തെ കാലിച്ചായ. അപ്പോൾ അവൾ നല്ല കോഴിമുട്ട, കാടമുട്ടയും കോഴിമുട്ടയും ഒക്കെ ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല കട്ടനും. അത് നമ്മൾ ഇവിടെ പുറത്ത് ഒരു കസേരയൊക്കെ ഇട്ടിരുന്ന് ആ ഒരു കാഴ്ചയും കണ്ടിട്ട് നല്ല ആസ്വദിച്ച് കുടിക്കുക കേട്ടോ. നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഈ എന്താ പറയുക, മോർണിംഗ് നല്ല സ്റ്റൈലുണ്ടായിരുന്നു. ഹലോ, അടിപൊളി നല്ല ഒരു മാമ്പഴൻ്റെ കൈവേലിയിലാണ് കുറ്റിക്കാട്ടൂർ. നമ്മളെ സ്നേഹിതനൊരു കലാകാരനായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ അതിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കുന്നു. ഇവിടെ ഇങ്ങനെ ഇന്ന് ചായ കുടിക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ സമയത്ത് അവളിതാ അടുക്കളയിൽ ഇന്ന് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ബട്ടർ ചിക്കൻ ആട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ഒന്നും എടുത്തിട്ടില്ല. അവൾ പാല് ചേർത്തിട്ട് ഫ്രഷ് ക്രീമൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയ ഒരു എളുപ്പത്തിലുള്ളൊരു ബട്ടർ ചിക്കനാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അങ്ങനെ കറിയും പിന്നെ നേസ്പത്തിരിയും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇഡ്ഡലിയും ഉണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലിയും അതിൻ്റെ കൂടെ തക്കാളി ചട്നിയും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ആ ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ അതുപോലെ ഒന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ്. മെയിനായിട്ട് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും അതിൽ ചേർത്തിയിട്ടില്ല, പക്ഷേ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ്. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിന്ന് ഉച്ചയ്ക്ക് മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ റെസിപ്പി ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ തന്നെ മന്തി ഉണ്ടാക്കാമെന്ന് ഓള് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു മന്തിയുടെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. നല്ല അടിപൊളി മന്തി എന്ന് പറഞ്ഞാൽ അടിപൊളി മന്തിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസോട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മന്തിയാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അങ്ങനെ ഇതാ അവിടെ മന്തി പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ വീണ്ടും അവിടുത്തെ വ്യൂ എടുത്താണ്. എനിക്കിത് എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരു താമരയൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ കുളക്കോഴിയൊക്കെ ഉണ്ട്. അങ്ങനെ ഉച്ചയായ സമയത്തൊക്കെ മന്തിയൊക്കെ തയ്യാറായി കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കിച്ചണിൽ ചെയ്യുന്ന വർക്കുകളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഉച്ചയായ സമയത്ത് നമ്മൾ മന്തി വിളമ്പാൻ വേണ്ടി പോവാണ്. നല്ല ടേസ്റ്റുള്ള കിട്ടില മന്തി എന്ന് പറഞ്ഞാൽ കിട്ടില മന്തി കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുക, എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ മന്തിയൊക്കെ ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മന്തിയും അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മന്തിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതും പിന്നെ തക്കാളി സോസും
അതുപോലെ തന്നെ വൈറ്റ് സോസും ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളി ഫുഡായിരുന്നു ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ആയിഷയ്ക്ക് മന്തി എന്ന് വെച്ചാൽ ഫേവറേറ്റാണ് ആയിഷൻ്റെ കേട്ടോ. അപ്പോൾ ആയിഷ അവിടെ ഇരുന്ന് ഉറക്കെടുത്ത് എണീറ്റ് വന്നതാണ്. പക്ഷേ മന്തി എന്ന് പറഞ്ഞപ്പോൾ നല്ല രസത്തിലിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അതാ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് മന്തി കഴിക്കുകയാണ്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായ സമയത്ത് ഇതാ കുട്ടികളെല്ലാവരും കൂടി കൂടിയിട്ട് തോണിയിൽ പോവാട്ടോ. ഇതോരെ വീട്ടിലുള്ള തോണി തന്നെയാണ്. അപ്പോൾ ഒരു രസമാണല്ലോ കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കയറി പോവാണ്. മക്കളിങ്ങനെ തോണിയിൽ കയറിയിട്ടില്ല കേട്ടോ തീരെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കുട്ടികളൊക്കെ. അപ്പോൾ ആയിഷ അതിൻ്റെ മുകളിൽ നിന്നിട്ട് നല്ല ചാട്ടം ചാടി കളിക്കുന്നുണ്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് അങ്ങനെ കയറാണ്. അങ്ങനെ ആയിഷ മോളെയും കയറ്റി കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി പോകാനുള്ള തയ്യാറെടുപ്പിലിരിക്കുകയാണ്. അപ്പോൾ ഞാനും അവൾ അവിടെ സംസാരിച്ച് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് റുബാസ്ഖാൻ്റെ ഫ്രണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും കൂടെ അങ്ങനെ പോവാണ്. ബൈ. ആയിഷക്ക് ഭയങ്കര രസത്തിലാട്ടോ. ആയിഷ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സംഭവം ആയിഷൻ്റെ ഇതിൽ എന്താ പറയുക, ആയിഷക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ആയിഷ. കാരണം വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോവുകയാണല്ലോ. വെള്ളത്തിൽ കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മളെ അടുത്ത് ഇവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിലൊക്കെ കുളിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ രാത്രി വന്ന് കണ്ട പാടെ ആൾക്ക് വേണ്ടി ഡ്രസ്സ് അയച്ച് പോകണമെന്നുള്ള തയ്യാറെടുപ്പിലേനു. അങ്ങനെ ഇതാ അവരിപ്പോൾ പോയി തിരിച്ച് വരുന്നുണ്ട് കേട്ടോ. അത്ര അങ്ങ് ദൂരെ നിന്ന് തിരിച്ച് വരുന്നുണ്ട്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അപ്പുറത്തും തിരിച്ച് വരുന്നുണ്ട്. അതുവരെ അങ്ങനെ പോയി ഒരു അരമണിക്കൂറോളം അങ്ങനെ പോയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് അവിടെ ഒരു ആമ്പൽ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിക്കുകയാണ്. കഴിഞ്ഞതാ ഇവിടെ എത്തി. ആളുകളെല്ലാവരും പോയി വന്ന് പിന്നെ ഞാനും കൂടെ ഇതിൽ കയറിയിട്ടോ. അപ്പോൾ ഞാൻ ആയിഷ അപ്പുറത്ത് ഇരിക്കുന്നതിനോട് എൻ്റെ കയ്യിൽ ഫോണും ഉണ്ട്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ചെറിയ വണ്ടിയല്ലേ, ചെറിയ തോണിയല്ല, അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസം. ഞങ്ങൾ ഇപ്പുറത്തെ വഴിയാട്ടോ പോയത്, അവരപ്പുറത്തെ വഴി, ഞങ്ങളിതാ ഇപ്പുറത്തെ വഴി കൂടെ പോയത്. നല്ലൊരു ഫീലിംഗ് തന്നെ ആയിരുന്നു കേട്ടോ ആ ഒരു ദിവസം. വിചാരിക്കാത്ത സംഭവങ്ങളൊക്കെ നടന്നത്. ഇതൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ ഇങ്ങനെ പോകുന്നൊന്നും. അപ്പോൾ അതാ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോവാട്ടോ. പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്ക് ആയിഷ നല്ല കരച്ചിൽ കേട്ടോ. അങ്ങനെ അവിടുന്ന് തിരിച്ച് പെട്ടെന്ന് തന്നെ പോകുന്നു. എനിക്ക് വരാനേ ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷെ ആയിഷ ഭയങ്കര കരച്ചിൽ. അപ്പോൾ അങ്ങനെ ആയിഷ എൻ്റെ മേലേക്ക് ചാടി. പിന്നെ എനിക്ക് ഒന്നും റെഡി ആവാത്ത പോലെ ആയിപ്പോയി. അപ്പോൾ അങ്ങനെ വേഗം തിരിച്ച് വന്ന് അങ്ങനെ തിരിച്ച് ഞങ്ങളിതാ മുകളിലേക്ക് കയറിയിട്ട് അങ്ങനെ അവരവിടെ കെട്ടിയിടുകയാണ് തോണി.
അപ്പോഴേക്കും അവളിവിടെ കട്ട്ലേറ്റിനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. നല്ല എന്താ പറയുക, വെജിറ്റബിൾ കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്കൊരു ചെറിയ വാവുണ്ട് കേട്ടോ, 5 മാസമായിട്ടുള്ളൂ ആ വാവക്ക്. അപ്പോൾ അവനെ കണ്ടിട്ടില്ല, മോനാണ്, 2 പെണ്ണും ഇപ്പോഴത്തെ ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ അവനെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ. അപ്പോൾ ആ ഒരു കാണാനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. കുറേ ആയി ഇവിടെ വന്നിട്ട് കേട്ടോ. അവരിപ്പം ഇവിടേക്ക് താമസം മാറിയിട്ട് 2 വർഷമായിട്ടോ, അവർ സ്വന്തമായിട്ട് താമസിക്കുകയാണ്. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ സമയത്ത് ഇവർ മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അവിടെ നിന്നും. അപ്പോൾ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇരുടായ സമയത്ത് തീരെ കാണുന്നില്ല, വെളിച്ചമില്ലാത്തതുകൊണ്ടേ. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അത് ഇതവർ പിടിച്ചു കൊണ്ടുവന്ന മീനുകളാട്ടോ ഇതെല്ലാം. നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ത്രില്ലിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ. മക്കളിങ്ങനെ പിടക്കുന്ന മീനൊക്കെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ആ സമയത്ത് ദൽക്കാശിനും പിന്നെ ആയിഷക്കൊക്കെ ഭയങ്കര രസം. അങ്ങനെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ മീൻ വാങ്ങുന്ന ആ ഒരു സ്മെല്ലൊന്നും ഇല്ല കേട്ടോ ഈ ഒരു മീനിനൊന്നും. ഞാൻ തൊട്ടോട്ടെ രണ്ടായി പോയത്. എന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് മുളയ്ക്കും. എടാ അങ്ങനെ കുറച്ച് കായം തേച്ച് പൊരിക്കാനായിട്ട് ഇട്ടു. അതിൽ വലിയൊരു മീൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് എന്താ പറയുക, പൊള്ളിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് പൊള്ളിക്കാനായിട്ട് വാഴയൊക്കെ കെട്ടി അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു രാത്രിയൊക്കെ. അപ്പോൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ശരിക്കും ഒരു ടൂറ് പോയൊരു ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ചെറിയ മീനൊക്കെ ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് മീൻ പൊരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വലിയ ആ മീൻ വാഴയിലൊക്കെ കെട്ടി പൊള്ളിച്ചിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ടൈം നല്ല ലേറ്റ് ആയിപ്പോയി. ഒരു 11:30 മണിയായിട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ അപ്പോൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ വേഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ്. നല്ല അടിപൊളി മീനായിരുന്നു കേട്ടോ. അത് പൊള്ളിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മീൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ ചെയ്യാം. എന്നാൽ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.